ഇനി നമുക്കുള്ളത് ചെയിൻ റൂളിൻ്റെ കൂടെ വന്ന നോട്ടാണ്. അപ്പം ചെയിൻ റൂൾ പറയുന്നത് എന്താണ്? G is a function defined from I to R and F is a function from J to R and F of J is a subset of I. ഇതിൻ്റെ റേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഡൊമൈൻ്റെ സബ്സെറ്റ് ആണ്. F of J subset of I. F is differentiable at C and G is differentiable at F of C, then G of F is differentiable at C and G of F dash of C is equal to G dash of F of C into F dash of C. ഇതാണ് നമ്മൾ കണ്ട ചെയിൻ റൂൾ. അപ്പം ജിയും എഫും രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ 2 ഡിഫറെൻറ്റ് ഇൻ്റർവൽസ് ആണ്. എന്നിട്ട് എഫ് ഓഫ് ജെ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ. എന്നിട്ട് പറയുന്ന കണ്ടീഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആൻഡ് ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എഫ് ഓഫ് സി ആണ് എങ്കിൽ ജി ഓഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ ജി ഓഫ് എഫിന്റെ ഡെറിവേറ്റീവ് അറ്റ് സി എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ഈ ഫുൾ ഇന്റർവൽ, ഈ ഇന്റർവലിൽ മൊത്തം ഈ ഐ എന്നുള്ള ഇന്റർവലിൽ മൊത്തം ജി ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് അതാണ് നോട്ട് തന്നേക്കുന്നത്. സപ്പോസ് ജി ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഐ. ജി ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആയതുകൊണ്ട് എഫ് ഓഫ് ജെയിൽ ഫുൾ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കുമല്ലോ. എഫ് ഓഫ് ജെ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ ആണ്. എഫ് ഓഫ് ജെ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ ആണ്. അപ്പൊ ജി ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആയതുകൊണ്ട് ഈ ജെയിലെ എല്ലാ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ജെ എന്ന് പറയുന്നത് ഈ ഐയുടെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എഫ് ഓഫ് ജെയിലെ ഏത് പോയിന്റ്, അതായത് ജെയിലെ ഏത് പോയിന്റ് എടുത്താലും ജി ഓഫ് എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ജി ഓഫ് എഫ് ഡാഷ് നമ്മൾ സി ഇല്ലാതെ നമ്മൾ പറയുവാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സിക്ക് പകരം നമുക്ക് ജി ഡാഷ് ഓഫ് എഫ് ഇൻറ്റു എഫ് ഡാഷ് എന്ന് പറയാലോ. അതായത് നമ്മൾ ഇവിടെ ജി ഡാഷ് ഓഫ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞിരിക്കുന്നത് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി. അപ്പൊ നമ്മൾ അതിന് പകരം സി ഇല്ലാതെ നമ്മൾ പറയുമ്പോൾ ജി ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഫുൾ ഇന്റർവൽ, ആ ഇന്റർവലിൽ മൊത്തം ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമുക്ക് ജി ഓഫ് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഡോട്ട് എഫ് ഡാഷ്. അതിന് നമുക്ക് ഡാഷിന് പകരം ഡി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജി ഓഫ് എഫിന്റെ ഫുൾ ഡെറിവേറ്റീവ്. അപ്പൊ ഡി ഓഫ് ജി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ജി ഡാഷിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഡി ജി എന്ന് പറയും. ഓഫ് എഫ് ഡി ജി ഓഫ് എഫ് ഡോട്ട് ഡി എഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ ചെയിൻ റൂൾ നമ്മൾ സിയിലാണ് ഡിഫറൻഷ്യബിൾ എങ്കിൽ നമുക്ക് ഇതിനെ ഒരു പ്രൊഡക്റ്റ് ജി ഓഫ് എഫിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ആൻഡ് എഫ് ഡാഷ് ഓഫ് സി ആയിരിക്കും. അതിനെ നമുക്കൊരു പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊരു പ്രൊഡക്റ്റ് ഓഫ് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സിയും എഫ് ഡാഷ് സിയും ആയിരിക്കും. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് പറയുവാണെങ്കിൽ നമുക്ക് ജി ഓഫ് എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സിയുടെ ലിമിറ്റ്. ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എഫ് അറ്റ് സി എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി എഫ് ഓഫ് എക്സ് മൈനസ് ജി എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി എക്സിസ്റ്റ് ചെയ്യണം. ഇതിനെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി എഫ് ഓഫ് എക്സ് മൈനസ് ജി എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് സി ഇൻറ്റു, അതായത് നമ്മൾ ഒരു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി എന്ന് ചെയ്താലോ, അതായത് ഈ ടേമിന്റെ അകത്തോട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്നുള്ളൊരു ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി എഫ് ഓഫ് എക്സ് മൈനസ് ജി എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? ജി എഫ് നമ്മൾ എക്സിന് പകരം എഫ് ഓഫ് എക്സ് വന്നു, ഇവിടെ സിക്ക് പകരം എഫ് ഓഫ് സി എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ജി ഡാഷ് ഓഫ് എഫ് അല്ലേ വന്നേക്കുന്നത്, ജിയുടെ ഡെറിവേറ്റീവ് അറ്റ് എഫ് ഓഫ് സി ആണ്. അത് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു ഇത് എഫ് ഡാഷ് ഓഫ് സി ആണ്. അപ്പൊ നമുക്ക് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി
ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് സി. അത് വേറൊരു രീതി റെപ്രസെന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കുള്ളത് കുറച്ച് പ്രോബ്ലംസ് ആണ്. അതായത് ഈ ചെയിൻ റൂളിന്റെ ആപ്ലിക്കേഷനുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് നമുക്ക് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ, എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്, ഇന്റർവൽ ഐ ആണെങ്കിൽ എഫ് റൈസ് ടു എന്നിന്റെ ഡിഫറൻഷ്യബിലിറ്റി, എഫ് റൈസ് ടു എന്നും ഡിഫറൻഷ്യബിൾ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്താന്നുള്ളത്, എഫ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താന്നുള്ളതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഐ ടു ആർ, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഐ നമ്മൾ എടുക്കുവാണ്. എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ദ ഇന്റർവൽ ഐ. എന്നിട്ട് നമ്മൾ ജി ഓഫ് വൈ ഈക്വൽ ടു വൈ റൈസ് ടു എൻ ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുക. ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ റൈസ് ടു എൻ ഫോർ ഓൾ വൈ എലമെന്റ് ഓഫ് ആർ നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് ജി ഡാഷ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും, എൻ വൈ റൈസ് ടു എൻ മൈനസ് വൺ നമുക്ക് പറയാലോ. അപ്പം ജി ഡാഷ് ഓഫ് വൈ എന്ന് പറയുന്നത് എൻ വൈ റൈസ് ടു എൻ മൈനസ് വൺ. ഇനി ജി അത് ജി ഡിഫറൻഷ്യബിൾ ആണ്. ജി എല്ലാ പോയിന്റുകളിലും വൈ റൈസ് ടു എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത് കൊണ്ട് അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ. അപ്പം ജി ഓഫ് വൈ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ, ജി എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പം എഫും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ജി ഓഫ് എഫും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ജി ഓഫ് എഫ് ഡാഷ് ഓഫ് സി ബൈ ഡെഫിനിഷൻ എന്താണ് വരുന്നത്, ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സി എന്നാണ് വരുന്നത്. ഇനി ജി ഡാഷ് ഓഫ് വൈ നമുക്ക് എൻ വൈ റൈസ് ടു എൻ മൈനസ് വൺ എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുക, ജി ഓഫ് വൈ എന്ന് പറയുന്നത് വൈ റൈസ് ടു എൻ ആണ്. അപ്പം ജി ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് റൈസ് ടു എൻ ആയിരിക്കുകയല്ലേ. അപ്പം നമുക്ക് ജി ഓഫ് എഫ് ഡാഷ് ഓഫ് സിക്ക് പകരം എഫ് റൈസ് ടു എൻ ഡാഷ് ഓഫ് സി എന്ന് പറയാൻ മേലെ. ഇപ്പൊ നമ്മൾ സിക്ക് പകരം നമുക്ക് എക്സ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എഫ് റൈസ് ടു എൻ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. ഇനി നമുക്ക് ജി ഡാഷ് ഓഫ് വൈ എന്ന് പറയുന്ന എൻ വൈ റൈസ് ടു എൻ മൈനസ് വൺ. അപ്പം ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് നമ്മൾ വൈക്ക് പകരം എഫ് ഓഫ് എക്സ് കൊടുക്കുക. ജി ഡാഷ് ഓഫ് വൈക്കകത്ത് വൈക്ക് പകരം നമ്മൾ എഫ് ഓഫ് എക്സ് കൊടുക്കുമ്പോൾ എൻ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, ഡെറിവേറ്റീവ് ഓഫ് എഫ് റൈസ് ടു എൻ എന്ന് പറയുന്നത് n into f of x raised to n minus 1 into f dash of x for all x element of i. ഐയിലെ ഏത് പോയിന്റ് എടുത്താൽ, കാരണം എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആണ്. അപ്പം ജി ഡാഷ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ജി ഓഫ് എഫും ഡിഫറൻഷ്യബിൾ ആണ്. ജി ഓഫ് എഫ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഡെറിവേറ്റീവിനെ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കാം. ഇവിടെ ജി ഓഫ് എഫ് എന്ന് പറയുന്നത് ജി ഓഫ് വൈ വൈ റൈസ് ടു എൻ ആയതുകൊണ്ട് ജി ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് റൈസ് ടു എൻ വരും. അപ്പം ജി ഓഫ് എഫിന് പകരം നമുക്ക് എഫ് റൈസ് ടു എൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എഫ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു എഫ് ഡാഷ് എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ വൈക്ക് പകരം എഫ് ഓഫ് എക്സ് കൊടുക്കുമ്പോൾ എൻ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് വരും. അപ്പം ഇത് തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂളിൻ്റെ അകത്ത് എഫ് വൺ എഫ് ടു എഫ് എൻ എന്നുള്ള ആ പ്രൊഡക്റ്റ് റൂളിൻ്റെ അകത്ത് എല്ലാ ഫംഗ്ഷനുകളും എഫ് എന്ന് എടുത്തപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് ഇപ്പം എഫ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് നമ്മൾ രണ്ട് രീതിയിൽ ഇപ്പം കണ്ടു. ഒന്ന് നമ്മൾ എഫ് റൈസ് ടു എന്നിന് എടുക്കാൻ നേരത്ത് എഫ് വൺ എഫ് ടു എഫ് എൻ എന്നുള്ള പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എല്ലാ എഫ് വൺ എഫ് ടു എഫ് എന്നുകളെല്ലാം എഫിനോട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് എൻ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇപ്പം നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് എഫ് റൈസ് ടു എൻ ഡാഷിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി നമുക്കുള്ളത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എഫ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോയും ആണ്. എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോയും എന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് 1/f ഡിഫൈൻ ചെയ്യാൻ പറ്റൂലോ. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് 1/f ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 1/f ഡിഫൈൻ ചെയ്താൽ ആ 1/fന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1/y ഫോർ y നോട്ട് ഈക്വൽ ടു സീറോ എന്ന് ഡിഫൈൻ ചെയ്യാം. ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1/y ഫോർ y നോട്ട് ഈക്വൽ ടു സീറോ എന്ന് എടുക്കാം. അപ്പം നമുക്ക് ജി ഡാഷ് ഓഫ് വൈ എന്ന് പറയുമ്പം ലിമിറ്റ് y ടെൻസ് ടു സി ജി ഓഫ് വൈ മൈനസ് ജി ഓഫ് സി ഡിവൈഡഡ് ബൈ y മൈനസ് സി എടുത്താൽ ലിമിറ്റ് y ടെൻസ് ടു സി ജി ഓഫ് വൈ എന്ന് പറയുന്നത് 1/y മൈനസ് 1/c ഡിവൈഡഡ് ബൈ y മൈനസ് സി which is equal to limit y tends to c. LC എടുക്കുമ്പോൾ c minus y divided by
CY into Y minus C. C minus Yയും Y minus Cയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ അത് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ -1 മിച്ചം വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് Y ടെൻസ് ടു C -1 by YC. Y സിയിലോട്ട് പോകുമ്പോൾ ഇത് -1/C into C സ്ക്വയർ വരും. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? G dash of Y എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. G of Y മൈനസ് G of C ഡിവൈഡഡ് ബൈ Y മൈനസ് C എന്നുള്ള ഫണ്ടിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ലിമിറ്റ് ഈക്വൽ ടു -1/C സ്ക്വയർ എന്ന് കിട്ടി. അപ്പം നമുക്ക് G dash of C is equal to -1/C സ്ക്വയർ എന്ന് കിട്ടി. വേറെ C ഒരു നോൺ സീറോ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ G dash of Y is equal to -1/Y square for all Y not equal to 0. ഏതൊരു റിയൽ നമ്പറും നോട്ട് ഈക്വൽ ടു 0 വരുന്ന ഏത് റിയൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് G dash of Y ഈക്വൽ ടു -1/Y square നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ G ഡിഫറൻഷ്യബിൾ ആണ്, Fഉം ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് G of F ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് നമുക്ക് പറയാലോ. G എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്, Fഉം ഡിഫറൻഷ്യബിൾ ഓൺ I ആണ്. F നോട്ട് ഈക്വൽ ടു 0 അപ്പം G of F ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ I. അങ്ങനെയാണെങ്കിൽ G of F dash of X എന്ന് പറയുന്നത് ഡെഫിനിഷൻ അനുസരിച്ച് G dash of F of X into F dash of X അല്ലേ വരുന്നത്. സോ G of F എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ G of Y എന്ന് പറയുന്നത് 1/Y ആ. അപ്പം G of F എന്ന് പറയുന്നത് G of Y എന്ന് പറയുന്നത് 1/Y ആയതുകൊണ്ട് G of F എന്ന് പറയുന്നത് 1/F ആയിരിക്കും. അപ്പം നമുക്ക് G of Fന് പകരം 1/F എന്ന് എടുക്കാം. അപ്പം 1/F dash of X is equal to G dash of F of X എന്ന് G dash of Y എന്ന് പറയുന്നത് -1/Y square ആണ്. അപ്പം അത് -1/F of X the whole square into F dash of X വരും. അപ്പം അത് into F dash of X. So this will be equal to -F dash of X divided by F of X the whole square for all X element of I. കാരണം ഇന്റർവെൽ ഐയിലെല്ലാം F of X നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇത് ഡിഫൈൻഡ് ആണ്. അപ്പം 1/F എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ I ആൻഡ് F of X നോട്ട് ഈക്വൽ ടു 0. F of X നോട്ട് ഈക്വൽ ടു 0യും ആണ് എങ്കിൽ നമുക്ക് 1/Fഉം ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് 1/F dash എന്ന് പറയുന്നത് F dash ഡിവൈഡഡ് ബൈ F സ്ക്വയർ ഫോമിലാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ G of Y ഈക്വൽ ടു 1/Y എന്ന് ഡിഫൈൻ ചെയ്തു. 1/Y എന്ന് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അതിന് വേണ്ടി നമ്മൾ ലിമിറ്റ് Y ടെൻസ് ടു 0 G of Y മൈനസ് G of C ഡിവൈഡഡ് ബൈ Y മൈനസ് സിയുടെ ലിമിറ്റ് നോക്കി. അപ്പോൾ അത് -1/C സ്ക്വയർ എന്ന് കിട്ടി. അപ്പം ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് G dash of C എന്ന് പറയുന്നത് 1/C സ്ക്വയർ ആണ് നമുക്ക് പറയാൻ പറ്റും. G dash of C -1/C സ്ക്വയർ ആയതുകൊണ്ട് G dash of Y എന്ന് പറയുന്നത് -1/Y സ്ക്വയർ ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് Y നോട്ട് ഈക്വൽ ടു 0യിലെല്ലാം G dash of Y ഡിഫൈൻഡ് ആണ്. അപ്പം Gയും ഡിഫൈൻഡ് ആണ്, Fഉം എല്ലായിടത്തും ഡിഫൈൻഡ് ആയതുകൊണ്ട് G of Fഉം ഡിഫറൻഷ്യബിൾ ആയിരിക്കും. G Fഉം ഡിഫറൻഷ്യബിൾ ആണ്, G of Fഉം ഡിഫറൻഷ്യബിൾ ഓൺ I എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ചെയിൻ റൂളിന്റെ നോട്ടിൽ കണ്ടതാണ് ജിയും എഫും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ G of Fഉം ഡിഫറൻഷ്യബിൾ ആണ്. എന്നിട്ട് G of F dash എന്ന് പറയുന്നത് G dash of F dot F dash ആണ്. അപ്പം നമ്മൾ അതിവിടെ അപ്ലൈ ചെയ്യുക. G of Fന്റെ ഡെറിവേറ്റീവ് അറ്റ് X എന്ന് പറയുന്നത് G dash of F of X into F dash of X വരും. അപ്പം നമ്മൾ G of F എന്ന് പറയുന്നത് G of Y 1/Y ആയതുകൊണ്ട് G of F എന്ന് പറയുന്നത് 1/F ആയിരിക്കും. സോ നമുക്ക് ഇതിനെ 1/F dash of X is equal to G of Fന് പകരം 1/F വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി G dash of Y -1/Y square ആയതുകൊണ്ട് G dash of F of X എന്ന് പറയുന്നത് -1/F of X the whole square into F dash of X. അപ്പോൾ അത് -F dash of X divided by F of X the whole square എന്ന് കിട്ടി. Therefore 1/F dash is equal to ഇവിടെ മൈനസ് ഉണ്ട് -F dash by F square എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് തേർഡ് വൺ, അത് നമുക്ക് മോഡുലസിന്റെ കേസാണ് വരുന്നത്. മോഡുലസ് ഓഫ് എ ഫംഗ്ഷൻ. നമ്മൾ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം എക്സാമ്പിൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടില്ല. പരീക്ഷയ്ക്ക് പക്ഷേ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് എങ്കിൽ മോഡ് എഫും ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ മോഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ വെയർ
എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന പോയിന്റുകളിലെല്ലാം മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മോഡ് എഫും ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് പാർട്ട്, ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് പാർട്ട് കാണുന്നുള്ളൂ. എങ്കിലും സെക്കൻഡ് പാർട്ട് എന്താണെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. അപ്പൊ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മോഡ് എഫും ഡിഫറൻഷ്യബിൾ ആണ് ഫോർ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നു. പിന്നെ നമ്മൾ കാണിക്കുന്നത് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ at C with the f of C equal to 0. ഫംഗ്ഷന്റെ വാല്യൂ 0 വരുന്ന ഒരു പോയിന്റിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അവിടെ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിൽ മോഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ at C if and only if f dash of C equal to 0. എഫ് ഡാഷ് ഓഫ് സി 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റൂ. അതായത് ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു മോഡ് എഫ് ഡിഫറൻഷ്യബിൾ വിത്ത് എഫ് നോട്ട് ഈക്വൽ ടു 0. എഫ് നോട്ട് ഈക്വൽ ടു 0 വരുന്നിടത്തല്ല എഫ് ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ മോഡ് എഫും ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമ്മൾ കാണിക്കാൻ പോവാം. എഫ് ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ മോഡ് എഫും ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഫോർ ഓൾ എക്സ് വെയർ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് നോൺ 0 വരുന്ന പോയിന്റുകളെല്ലാം മോഡ് എഫും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇനി രണ്ടാമത് നമ്മൾ കാണിക്കുന്ന എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് വെയർ എഫ് ഓഫ് സി ഈക്വൽ ടു 0. ഫംഗ്ഷന്റെ വാല്യൂ 0 വരുന്ന ഒരു പോയിന്റിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആകണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആയേ പറ്റുള്ളൂ. അപ്പൊ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി വെയർ എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആയേ പറ്റുള്ളൂ. അപ്പൊ ഇത് ഈഫ് ആൻഡ് ഒൺലി ഈഫ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഈ പാർട്ട് പ്രൂവ് ചെയ്യാം. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് എഫ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമ്മൾ എഫ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ മോഡ് എഫും ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ കാണിക്കാൻ പോവാണ് വേർ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതിനുവേണ്ടി നമ്മൾ മുമ്പെയൊക്കെ 1/f ചെയ്യാൻ വേണ്ടി ജി ഓഫ് എക്സ് നമ്മൾ 1/y എടുത്തതുപോലെ ഇവിടെ നമ്മൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കുമല്ലോ. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സും അതേ. ഇപ്പൊ മോഡുലസ് ഓഫ് 2.1 എന്ന് പറയുന്നത് 2.1 തന്നെയാണ്. അപ്പൊ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയായിരിക്കും. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പം -2.1 ആണെങ്കിൽ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 2.1. അത് മൈനസ് ഓഫ് എക്സ് ആ വരുന്നത്. അപ്പം എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് വിൽ ബി ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇവിടെ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആയിരിക്കും. അപ്പം ജി ഡാഷ് ഓഫ് എക്സ്, എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ജി ഓഫ് എക്സ് എക്സ് ആകുമ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് 1 ആയിരിക്കും. ഇവിടെ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പം എക്സ് പോസിറ്റീവ് ആണ് എങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് 1ഉം എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് -1ഉം. ഇനി എക്സ് ഈക്വൽ ടു 0യിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. എക്സ് ഈക്വൽ ടു 0യിൽ നമുക്ക് ആക്ച്വലി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അതിന്റെ ലിമിറ്റ് ജി ഡാഷ് ഓഫ് 0 കാണണമെന്നുണ്ടെങ്കിൽ അത് നോട്ട് തന്നിട്ടില്ല, ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ടാണ് തരാത്തത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0, 0യിലാണ് നോക്കേണ്ടത്, ഡിവൈഡഡ് ബൈ എക്സ് -0 എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ജി ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് -0 എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് -0 എടുക്കുമ്പോൾ എക്സ് പോസിറ്റീവായിട്ട് 0 പ്ലസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എക്സ് 0. അപ്പൊ ജി ഓഫ് എക്സിന്റെ വാല്യൂ എക്സും ജി ഓഫ് 0യുടെ വാല്യൂ 0യും ആയിരിക്കും. അപ്പൊ ഇത് എക്സ് -0 ബൈ എക്സ് -0 എന്ന് പറയുമ്പോൾ 1 വരും. പക്ഷേ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് -0 എന്ന് പറയുമ്പോൾ എക്സ് നെഗറ്റീവ് നമ്പർ, എക്സ് 0യേക്കാളും ചെറുതാ. അപ്പം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -x. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് -x ആയിരിക്കും. ഇത് -x -0 ഡിവൈഡഡ് ബൈ എക്സ് -0 ഈക്വൽ ടു -1 എന്ന് പറയും. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറെന്റ്, ഒന്ന് 1ഉം ഒന്ന് -1ഉം ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0 ബൈ എക്സ് -0 എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ജി ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് ജി ഡാഷിന്റെ ഡെറിവേറ്റീവ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 1 എന്നും നെഗറ്റീവ് ആണെങ്കിൽ -1 എന്നും പറയാം. ഈക്വൽ ടു 0യിൽ ഇത് ഡിഫൈൻഡ് അല്ല. അപ്പൊ നമുക്ക് ജി ഡാഷ് കിട്ടി. ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, -1 ഇഫ് എക്സ് ലെസ് ദാൻ 0. ജി ഡാഷ് ഓഫ് 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ നോക്കിയപ്പം ജി ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്
ഫോർ എക്സ് പോസിറ്റീവ് ആകുമ്പം 1 ആണ്, നെഗറ്റീവ് ആകുമ്പോൾ -1 ആണ്. സീറോയിൽ അതിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നേരത്തെ പഠിച്ചൊരു ഫംഗ്ഷനാണ് നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ. നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയായിരുന്നു? 1 if x greater than 0, 0 if x equal to 0, -1 if x less than 0 എന്നാണ് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുക. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, നമ്മുടെ g' ഓഫ് എക്സും സിഗ്നം ഫംഗ്ഷനും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമല്ലേ അത് ഡിഫറെന്റ് ആയിട്ടുള്ളൂ. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ രണ്ട് ഫംഗ്ഷനും 1 ആണ്, എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ രണ്ട് ഫംഗ്ഷനും -1 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? g' ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്നം ഓഫ് എക്സ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് 0 വരുമ്പോൾ ഇത് സെയിം അല്ല, എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷനുകളും സെയിം ആണ്. ഈക്വൽ ടു 0യിൽ g' ഡിഫൈൻഡ് അല്ല, പക്ഷേ സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതാണ് അവിടെ തന്നിരിക്കുന്നത്. g' ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്നം ഓഫ് എക്സ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. 0യിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. g' is not defined at x equal to 0, but സിഗ്നം ഫംഗ്ഷൻ is defined as x is equal to 0. അപ്പൊ നമുക്ക് g' ഡിഫറൻഷ്യബിൾ ആണ്. 0 അല്ലാത്ത പോയിന്റുകളെല്ലാം g' ഡിഫറൻഷ്യബിൾ ആണ്. എഗെയിൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ നമ്മൾ എടുക്കുക. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ നമ്മൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ g ഓഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിന്റ്സ് വെയർ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാലോ. കാരണം g' ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത് എവിടെയാണ്? 0യിലാണ്. അപ്പൊ g' ഓഫ് എഫ് ഓഫ് എക്സ്, g ഓഫ് എഫിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത് എഫ് ഓഫ് എക്സ് 0 വരുന്ന പോയിന്റിലാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് 0 വരാത്ത പോയിന്റുകളെല്ലാം g ഓഫ് എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ g ഓഫ് എഫിന്റെ ഡെറിവേറ്റീവിനെ നമുക്ക് എങ്ങനെ എടുക്കാം? g ഓഫ് എഫിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് g ഓഫ് എഫ് ഇസ് f' is equal to g of f' is equal to g' of f of x, ഇവിടെ x എഴുതുക, g' of f of x into f' of x എന്ന് എഴുതാലോ. ഇനി g of f, g of x എന്ന് പറയുന്നത് mod x ആകുമ്പം g of f എന്ന് പറയുന്നത് mod f വരും. therefore mod f ന്റെ ഡെറിവേറ്റീവ് അറ്റ് x എന്ന് പറയുന്നത് g' of f of x. g' of x എന്ന് പറയുന്നത് സിഗ്നം ഓഫ് x അല്ലേ. അപ്പൊ നമുക്ക് അതിനെ സിഗ്നം ഓഫ് f of x into f' of x എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? നമ്മൾ g ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ സിഗ്നം ഓഫ് എക്സ് എന്നാണ് എടുത്തേക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് മോഡ് f' ഡെറിവേറ്റീവിനെ g' ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു f'. g' ഓഫ് എക്സ് ആണെങ്കിൽ സിഗ്നം ഓഫ് എക്സ് ആണ്. അപ്പൊ g' ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് സിഗ്നം ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു f' ഓഫ് എക്സ് എന്ന് വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? മോഡ് f' ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്നം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു f' ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്നം ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് 1 ആയിരിക്കും. അപ്പൊ അത് f' ഓഫ് എക്സ് എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു -1. അപ്പൊ അത് -f1' ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ ചെയ്തത്? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് നമ്മൾ എടുത്തപ്പോൾ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ വിത്ത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 നമ്മൾ എടുത്തപ്പം മോഡ് f' ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈസ് ഈക്വൽ ടു f' ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 -f' ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്താണ് വേണ്ടത്? സെക്കൻഡ് പാർട്ടിൽ നമ്മളൊരു പർട്ടിക്കുലർ കണ്ടീഷൻ പറയുവാണ്. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ at a point C, is differentiable at a point C with f of c equal to 0. f differentiable at a point with f of c equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ mod f is differentiable. ഈ കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ ഉള്ളപ്പം mod f differentiable at c if and only if f' of c equal to 0. അപ്പൊ ഈ കണ്ടീഷൻ ഉള്ളപ്പം mod f differentiable at c ആവണമെന്നുണ്ടെങ്കിൽ f' of c 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എടുക്കുവാണ് f is differentiable at a point c with f of c equal to 0. അപ്പൊ നമ്മൾ mod f differentiable ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുവാണ്. സപ്പോസ് mod f is differentiable. എന്നിട്ട് നമ്മൾ g of x equal to mod x എന്ന് എടുക്കുക. g of x equal to mod x ആണെങ്കിൽ g, അത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടതാണ്, g is differentiable at all
at all x not equal to 0 നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ നമ്മൾ കണ്ടതാണ് g dash of x exists for all g dash of x exists for all x not equal to 0. x not equal to 0 ആകുമ്പോൾ g dash of x exist ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് g of x equal to mod x ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയും. എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുമ്പോഴല്ല ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് നമ്മൾ എടുത്തു. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആകുമ്പോൾ ജി ഓഫ് എഫും ഡിഫറൻഷ്യബിൾ അറ്റ് സി ആയിരിക്കുമല്ലോ. അപ്പം ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എക്സ് ചെയിൻ റൂൾ അനുസരിച്ച് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. നമ്മൾ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് എടുക്കുക. ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി നോട്ട് ഈക്വൽ ടു അറ്റ് ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി വിത്ത് എഫ് ഓഫ് സി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ എഫ് ഓഫ് സി നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് അല്ല എഫ് ഓഫ് സി ഈക്വൽ നോട്ട് ഈക്വൽ ടു 0 എഫ് ഓഫ് സി ഈക്വൽ ടു 0 നമ്മൾ എടുത്തു. എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആൻഡ് എഫ് ഓഫ് സി ഈക്വൽ ടു 0. ഇനി നമുക്ക് ജി ഓഫ് എഫ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ ജി ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ചെയിൻ റൂൾ അനുസരിച്ച് ഇതാണ് വരുന്നത്. അപ്പൊ നമ്മൾ ജി ഓഫ് എഫ് സപ്പോസ് ചെയ്യുവാണ് ജി ഓഫ് എഫ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി നമ്മൾ എടുക്കുവാണല്ലോ. മോഡ് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി വിത്ത് എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആൻഡ് മോഡ് ഓഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. മോഡ് ഓഫ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് നമ്മൾ മോഡ് എക്സ് എടുത്താൽ ജി ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ മോഡ് എഫ്. അപ്പൊ നമുക്ക് മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ എടുത്തേക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു ലിമിറ്റ് എന്താ ഈ വാല്യൂ എക്സിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇനി അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ എന്നാണ് എടുത്തേക്കുന്നത്. മോഡ് ഓഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. അപ്പൊ അതിന്റെ മീനിങ് ജി ഓഫ് എഫ് ഈസ് ജി ഓഫ് എഫ് എന്ന് പറയുന്നതാണ് മോഡ് എഫ്. കാരണം ജി ഓഫ് എക്സ് മോഡ് എക്സ് ആയതുകൊണ്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഇംപ്ലൈസ് ജി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മോഡ് എഫ്. അപ്പൊ ജി ഓഫ് എഫ് ഈസ് ഇപ്പൊ മോഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് വരും. അപ്പം ജി ഓഫ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സി ആണ്. ഈ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി എന്ന് അപ്പൊ ഇത് എക്സിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഇത് എക്സിസ്റ്റ് ചെയ്യും. ഈ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എഫ് ഓഫ് സി 0 ആയതുകൊണ്ട് ജി ഡാഷ് 0യിൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഈ സാധനം ഡിഫൈൻഡ് അല്ല. അപ്പൊ ഇത് 0 ആയല്ലേ പറ്റുള്ളൂ. ഇനി ഈ ഒരു സാധനം അതായത് ഈ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഡിഫൈൻഡ് അല്ല. അപ്പൊ ഈ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയല്ലേ പറ്റുള്ളൂ. കാരണം പ്രൊഡക്റ്റിന്റെ അകത്തെ ഒരു ടേം ഡിഫൈൻഡ് അല്ല. അപ്പം അത് പക്ഷെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് 0 ആയേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ മീനിങ് ഇത് 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടും എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. അതായത് നമുക്ക് കാണിക്കേണ്ടത് മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആണ്. അപ്പൊ ഒന്നും കൂടെ പറയാം നമ്മൾ ചെയ്ത പ്രോസസ്സ്. നമുക്ക് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി വിത്ത് എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ സപ്പോസ് ചെയ്തു മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണ്. മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് എടുത്താൽ ജി ഓഫ് എഫ് എന്ന് പറയുന്നത് മോഡ് എഫ് ആയിരിക്കും. മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി നമ്മൾ സപ്പോസ് ചെയ്തു. എന്നിട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് എടുത്തു. നമുക്കറിയാം ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ എക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ജി ഡിഫറൻഷ്യബിൾ ആണ്. ഇനി മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ആണ് മോഡ് എഫ്. അപ്പം ജി ഓഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ജി ഓഫ് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണെങ്കിൽ ചെയിൻ റൂൾ അനുസരിച്ച് ജി ഓഫ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സി വരും. പക്ഷേ എഫ് ഓഫ് സി ഈ ടേം എഫ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം ജി ഡാഷ് 0യിൽ ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ജി ഡാഷ് ഓഫ് 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. ജി ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മോഡ് ഓഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൊഡക്റ്റിന്റെ അകത്ത് ഒരു ടേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ടേം 0 ആയേ പറ്റുള്ളൂ. സോ എഫ് ഡാഷ് ഓഫ് സി 0 ആണെന്ന് നമുക്ക് പറയാം. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ കയ്യിലുള്ളത് എന്താ? സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എടുക്കുന്നത് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി വിത്ത്
f of c equal to 0. f is differentiable and f dash of c equal to 0 എന്ന് നമ്മൾ സപ്പോസ് ചെയ്യാം. നമുക്ക് കാണിക്കുന്നത് എന്താണ്? മോഡ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് കാണിക്കണം. അപ്പം മോഡ് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് നമുക്ക് കാണിക്കണം. അപ്പം മോഡ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ജി ഓഫ് എഫ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് അറ്റ് സി നമ്മൾ ഇതുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഡോട്ട് എഫ് ഡാഷ് ഓഫ് സി ആയിരിക്കും. ഇനി എഫ് ഡാഷ് ഓഫ് സി 0 ആയതുകൊണ്ട് ഇതെന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ജി ഓഫ് എഫ് ഡാഷ് ഓഫ് സിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇത് എന്ത് തന്നെയാണെങ്കിലും ഇത് 0 ആയതുകൊണ്ട് ഈ വാല്യൂ 0 ആയിരിക്കും. സോ നമുക്ക് ജി ഓഫ് എഫിന്റെ ഡെറിവേറ്റീവ് അറ്റ് സി എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. അപ്പം ജി ഓഫ് എഫിന്റെ ഡെറിവേറ്റീവിന് ഒരു വാല്യൂ ഉള്ളത് കൊണ്ട് ജി ഓഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് നമുക്ക് പറയാം. അതായത് മോഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, ഈ മോഡ് എഫിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ കൊടുത്ത് തന്നെ തന്നേക്കുന്നത്. സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 1 എടുത്തു, വേർ എക്സ് എലമെന്റ് ഓഫ് ആർ. എന്നിട്ട് നമ്മൾ മോഡ് എഫ് എന്താണെന്ന് നോക്കുക. മോഡ് എഫ് എന്ന് പറയുന്നത് ഇവിടെ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പം മോഡ് എഫ് ഡാഷ് നമ്മളിപ്പം കണ്ടതനുസരിച്ച് മോഡുലസ് ഓഫ് എഫിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സിഗ്നം ഓഫ് എക്സ് എന്നല്ലേ നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തത്. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്നം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പം അതുമനുസരിച്ച് ഇത് എന്ത് വരും? മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്നം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. ഇനി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആയിരിക്കും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സിഗ്നം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1, സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 2x എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കുള്ളത് സീക്ക് എക്സ്, കോട്ട് എക്സ്, കൊസീക്ക് എക്സ്, ടാൻ എക്സ്, ഈ ഫംഗ്ഷനുകളുടെയൊക്കെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടാണ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. എഗെയിൻ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റിസൾട്ടാണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സും ആണ്. അത് എല്ലാ റിയൽ നമ്പേഴ്സിലും ഡിഫൈൻഡ് ആണ്. സൈൻ എക്സും കോസ് എക്സും എല്ലാ റിയൽ നമ്പേഴ്സിലും ഡിഫൈൻഡ് ആണ്. പക്ഷേ നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. എഗെയിൻ പിന്നെ സീക്ക് എക്സും 1 ബൈ കോസ് എക്സ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്ററി കോസ് എക്സ് വരുന്നത് കൊണ്ട് കോസ് എക്സിന്റെ വാല്യൂ 0 വന്നാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അല്ലെ? കോസ് എക്സ് 0 വരുന്നത് എപ്പോഴാണ്? എക്സിന്റെ വാല്യൂസ് π/2, 3π/2, 5π/2. π/2ന്റെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് -π/2ലും 0യാ, -3π/2ലും 0യാ. അപ്പം എക്സ് π/2ന്റെ മൾട്ടിപ്പിൾ വരുവാണെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്നത് 0 ആയിപ്പോ. കോസ് എക്സ് 0 ആണെങ്കിൽ ടാൻ എക്സും സീക്ക് എക്സും ഡിഫൈൻഡ് അല്ല. കാരണം ടാനിന്റെയും സീക്കിന്റെയും ഡിനോമിനേറ്ററിൽ കോസ് ആണ് വരുന്നത്. അപ്പം കോസ് എക്സ് 0 ആണെങ്കിൽ ഇത് ഡിഫൈൻഡ് അല്ല. അപ്പൊ നമുക്ക് പറയാം ടാൻ എക്സ് ആൻഡ് സീക്ക് എക്സ് ആർ ഡിഫൈൻഡ്. അത് എവിടെയാണ് ഡിഫൈൻഡ് ആവുന്നത്? ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 2k+1 π/2. π/2ന്റെ ഈ മൾട്ടിപ്പിൾസിലാണ്, π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസിലാണ് ഇത് ഡിഫൈൻഡ് അല്ലാത്ത വരുന്നത്. അപ്പം എക്സ് നോട്ട് ഈക്വൽ ടു ഇത് എടുക്കുവാണെങ്കിൽ സീക്ക് എക്സും ടാൻ എക്സും ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് ആദ്യം ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് നോക്കാം. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഡി ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അവിടെ നമുക്ക് നമ്മുടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പം അത് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്, മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ്. ഇനി ഈ രണ്ട് മൈനസും കൂടി അത് പ്ലസ് ആകും. പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഇനി കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് 1 ആണ്. അപ്പോൾ അത് 1 ബൈ കോസ് സ്ക്വയർ എക്സ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 2k1 പ്ലസ് π/2.
എക്സിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 2k+1 π/2 ആകുമ്പോൾ ടാൻ എക്സിന്റെ ഒരു വാല്യൂ sec² x ആയിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് sec² x ആയിരിക്കും. ഇനി നമുക്ക് സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് കാണാൻ വേണ്ടി അത് ഡെറിവേറ്റീവ് ഓഫ് 1/cos x ആണ്. അവിടെ നമുക്ക് കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ അത് cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x ഡിവൈഡഡ് ബൈ cos x ദ ഹോൾ സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു cos x ഇൻറ്റു 0 മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ cos² x. cos x ഇൻറ്റു 0 0 ആണ്. ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് സൈൻ എക്സ് ബൈ cos² x. അപ്പൊ നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് സൈൻ എക്സ് ബൈ cos² x നമുക്ക് സൈൻ എക്സ് ബൈ cos x ഇൻറ്റു 1/cos x എന്ന് എഴുതാലോ. സൈൻ എക്സ് ബൈ cos x എന്ന് പറയുന്നത് ടാൻ എക്സ്, 1/cos x എന്ന് പറയുന്നത് സീക്ക് എക്സ്. അപ്പൊ നമുക്ക് ടാൻ എക്സ് സീക്ക് എക്സ് എന്ന് കിട്ടും. ഇനി 5th ക്വസ്റ്റ്യൻ ആണ്. അവിടെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² sin 1/x വെൻ എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 വെൻ എക്സ് ഈക്വൽ ടു 0 എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ കഴിയും. എക്സ് നോട്ട് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ഇതായതുകൊണ്ട് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് അതിനെ x² ഡെറിവേറ്റീവ് ഓഫ് x² ഇൻറ്റു സൈൻ 1/x പ്ലസ് x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ 1/x എന്ന് എടുക്കാം. x² ഡെറിവേറ്റീവ് 2x സൈൻ 1/x പ്ലസ് x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഇതിനെ നമ്മൾ ജി ആയിട്ട് ഇതിനെ എഫ് ആയിട്ട് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ cos 1/x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് വരും. അപ്പോൾ അത് 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² വരും. അപ്പോൾ ഈ x² ഈ x² കൂടെ ക്യാൻസൽ ചെയ്യും. 2x സൈൻ 1/x പ്ലസ് അല്ല, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് x² ക്യാൻസൽ ചെയ്തു cos 1/x എന്ന് വരും. അപ്പം നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സൈൻ 1/x മൈനസ് cos 1/x ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി എഫ് ഡാഷ് ഓഫ് 0 കാണാൻ വേണ്ടി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഇവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റ് ഈ ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെറിവേറ്റീവ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x² സൈൻ 1/x എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0 എന്ന് പറയുമ്പോൾ എക്സും ക്യാൻസൽ ചെയ്തിട്ട് ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സൈൻ 1/x എന്ന് വരും. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് സൈൻ 1/x. ലിമിറ്റ് ഓഫ് എക്സ് 0 ആയതുകൊണ്ട് നമുക്കിത് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0 എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. Therefore we can say that എഫ് ഡാഷ് ഓഫ് 0 ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈക്വൽ ടു 0. സോ therefore we can say that എഫ് ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സൈൻ 1/x മൈനസ് cos 1/x for x not equal to 0, 0 for x equal to 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആണ്. അപ്പം എഫ് ഡാഷ് ഓഫ് എഫ് എക്സിസ്റ്റ് അറ്റ് ഓൾ എക്സ് നമുക്ക് കിട്ടി. പക്ഷേ എഫ് ഡാഷ് നമുക്ക് കണ്ടിന്യൂസ് അല്ല. കാരണം ഈ ഒരു 0യിൽ വരുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. 0യിൽ വരുമ്പോൾ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. എഫ് ഡാഷ് ഡിഫൈൻഡ് ആണ്, പക്ഷെ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്, പക്ഷെ അത് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് അല്ല. ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആ ഫംഗ്ഷൻ എഫ് ഡാഷ് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. എഫ് ഡാഷ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അത് കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് അത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടായിട്ട് കിട്ടുന്നത് കൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എഫ് ഡാഷിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അറ്റ് 0യിൽ. അതുകൊണ്ട് എഫ് ഡാഷ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പക്ഷേ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? എഫ് ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷേ എഫ് ഡാഷിന് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഇല്ല. എഫ് ഡാഷിന് ഡെറിവേറ്റീവ് ആണ്. എഫിന് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഫംഗ്ഷൻ
ഡിഫറൻഷ്യബിൾ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് അല്ലാത്തതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ 1/x ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്.